ഹായ്, വെൽക്കം ടു ക്രാഫ്റ്റ് ബ്ലൂം 26. ഇന്ന് നമ്മൾ മെമ്മറി വയർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ബ്രേസ്ലെറ്റ് മേക്ക് ചെയ്യാമെന്ന് നോക്കാം. എങ്ങനെയാണ് മേക്ക് ചെയ്യാമെന്ന് വീഡിയോ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കി നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഓരോന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോസാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാ ടൈപ്പ് ജ്വല്ലറി മേക്കേഴ്സിനും ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. ബിഗിനേഴ്സിനായാലും ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ തുടങ്ങി കൊച്ചു കുട്ടികൾ ഇതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കും വളരെ സിമ്പിളായിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഞാനിവിടെ ഓരോ വീഡിയോസിനും കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് എന്നാൽ ബ്യൂട്ടിഫുള്ളായിട്ട് എങ്ങനെയാണ് ജ്വല്ലറി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കുള്ള ജ്വല്ലറീസ്, അറ്റ്ലീസ്റ്റ് നമുക്കുള്ള ജ്വല്ലറീസ് എങ്കിലും നമുക്ക് എങ്ങനെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഓരോ ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ പുതിയ ജ്വല്ലറീസ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലോ അതപ്പോൾ നമുക്ക് എത്ര ലാഭമായിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് അത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാകും. നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു സാധനം അവർ ഇട്ട് കാണുമ്പോൾ. ഇനി വെക്കേഷനൊക്കെ തുടങ്ങി ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ പേരൻസ് അവർക്ക് ബിഗ്നേഴ്സ് കിറ്റോ അല്ലെങ്കിൽ ഇതുപോലത്തെ കുറച്ച് ബീഡ്സ്, ചാംസ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ തന്നെ വീട്ടിലിരുന്നിട്ട് ഓരോന്ന് ഉണ്ടാക്കി നമുക്ക് കാണിച്ചു തരും. അത് അവർ ഇട്ട് കാണിക്കുമ്പോഴും അവർ നമ്മൾ ഉണ്ടാക്കി കാണിക്കുമ്പോഴും നമുക്ക് അത് സന്തോഷം. അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലത്തെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസ് അവർക്ക് വാങ്ങിക്കൊടുക്കുക. അത് അവരുടെ കോൺസെൻട്രേഷനും ക്രിയേറ്റിവിറ്റിയും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് കുട്ടികളെ സഹായിക്കും. പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവരുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാനും ഇത് നമ്മൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും. പേരൻസിന് ഒന്നാമത്തെ കൺസേൺ ആയിരിക്കും വെക്കേഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ TV, ലാപ്ടോപ്പ്, മൊബൈൽ ഇത് മൂന്നും ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് നമുക്ക് ജ്വല്ലറി മേക്കിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് കേട്ടോ. ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണെങ്കിൽ അത് അവരുടെ ഇൻട്രസ്റ്റ് എന്തിനാണോ അതിലേക്ക് നമ്മൾ അവരെ വഴി തിരിച്ചു വിടുന്നതായിരിക്കും നല്ലത്. ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കുറച്ച് നേരത്തെ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവും. ഇതിന് വേണ്ടി നമ്മൾ ഒരുപാട് ക്യാഷ് ഒന്നും മുടക്കണ്ട. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ബ്രേസ്ലെറ്റിൻ്റെ ബീഡിന് 30 രൂപയാണ് ഒരു സ്ട്രിങ്ങിന് വില. 30 രൂപയ്ക്ക് നമുക്ക് 100 ബീഡ് കിട്ടും. നല്ല ഐഡിയ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ 30 രൂപയ്ക്ക് നമുക്ക് 30 ജ്വല്ലറീസ് നമുക്ക് ഈ ബീഡ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതിപ്പോൾ ബിഗിനേഴ്സിനായാലും കുട്ടികൾക്കെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക്. ഇപ്പോഴത്തെ ജനറേഷനുള്ള കുട്ടികൾക്ക് ക്രിയേറ്റീവായിട്ട് ഭയങ്കരമായിട്ട് ചിന്തിക്കാനായാലും അവർക്ക് ഓരോന്ന് ഉണ്ടാക്കാനായാലും ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ പേരൻസ് ഇതിനൊക്കെ ചിലവാക്കുന്ന കാശ് എന്തായാലും നഷ്ടമാവില്ല കുട്ടികൾ വാങ്ങിച്ചു കൊടുക്കാൻ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുള്ള ജ്വല്ലറി മേക്കിംഗ് വീഡിയോസൊന്നും ഞാൻ ഈ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന, കൊച്ചുകുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ജ്വല്ലറീസാണ് ഞാൻ ഇതിൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും, എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അവർക്ക് ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.